പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദുഃഖവെള്ളിക്ക് തൊട്ട് മുൻപുള്ള വെള്ളിയാഴ്ചയാണ്. ഈ ഒരു വെള്ളിയാഴ്ച ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ നോമ്പ് ഉപവാസമൊക്കെ എടുത്ത് പ്രത്യേകിച്ച് നമുക്ക് ഈസ്റ്ററിന് ഒരുക്കമായിട്ടുള്ള കുമ്പസാരങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നടത്തുന്നുണ്ട് എന്ന് അച്ഛനറിയാം. നമുക്കറിയാമല്ലോ സഹോദരങ്ങളെ, അതായത് ഒരു കുമ്പസാരത്തിൻ്റെ വില, ആ വില എന്താണ് എന്ന് പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2:24 പറയുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അതായത് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ വില എന്ന് പറയുന്നത് ഈശോയുടെ കുരിശുമരണമാണ്. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. എന്നിട്ട് പറയാണ്, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ കുമ്പസാരത്തിൽ നാം പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ പുരോഹിതൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ പാപങ്ങളും കടങ്ങളും മോചിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ പാപം മാഞ്ഞു പോകുന്നതിൻ്റെ കാരണം യേശു കാൽവരിയിൽ എനിക്ക് വേണ്ടി ചമ്മട്ടിയടിയേറ്റതാണ്. യേശു കാൽവരിയിൽ എനിക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചതാണ്. യേശു കാൽവരിയിൽ എനിക്ക് വേണ്ടി അപഹാസ്യനായതാണ്. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ഈ കൂദാശയിൽ നിന്ന് അകന്ന് എനിക്ക് കുമ്പസാരൊന്നും വേണ്ട, ഞാൻ നേരിട്ട് ഈശോയോട് പറയുള്ളൂ എന്നൊക്കെ പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, കാൽവരിയിൽ എനിക്ക് വേണ്ടി ജീവൻ ഹോമിച്ച എൻ്റെ യേശുവിനെ അത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുമ്പസാരത്തിനായിട്ട് നിങ്ങളുടെ ഇടവകയിലൊക്കെ അറിയിപ്പുകൾ നൽകുമ്പോൾ വികാരിച്ചന്മാർ പറയുമ്പോൾ വലിയ സ്നേഹത്തോടെ വില കൊടുത്ത് നല്ല ഒരുക്കത്തോടെ 10 പ്രമാണങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ, മൂലപാപങ്ങൾ, പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ, ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപങ്ങൾ ഒക്കെ ആത്മശോധന ചെയ്ത് നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട് ഈശോ നമ്മെ സഹായിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ അധികാരത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.